ഉയർപ്പുകാലം 2-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 20, 24 മുതൽ 29 വരെ. വിചിന്തനം: പുതുമകൾ ഉൾക്കൊള്ളുന്ന പുതുഞായർ. ക്രൈസ്തവ ലോകത്തിൽ പരക്കെ ഇന്നേ ദിവസം പുതുഞായർ എന്ന രീതിയിലാണല്ലോ അറിയപ്പെടുന്നത്. പുതുഞായർ എന്ന് പറയുമ്പോൾ പുതുമയുള്ള ഞായർ, അല്ലെങ്കിൽ പുതുമകൾ ഉൾക്കൊള്ളുന്ന ഞായർ എന്ന ലളിതമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ പുതുമ വീക്ഷിക്കുന്ന വ്യക്തികളുടെ മനോഭാവത്തെയാണ് കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളതും നമുക്കറിയാം. ഒരാൾക്ക് പുതുമയായിട്ട് തോന്നുന്നത് മറ്റൊരാൾക്ക് പുതുമയായിട്ട് തോന്നണമെന്നില്ല. സത്യം അങ്ങനെ നിൽക്കെ 2-3 കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായ രീതിയിൽ പുതുമകൾ നമുക്ക് ദർശിക്കാവുന്നതാണ് ഇന്നേ ദിവസം. അതിൽ ഒന്നാമത്തെ പുതുമയാണ് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന്. അതുകൊണ്ട് ഇത് പുതുഞായറാണ്. ഇതിന് വിവാദങ്ങളില്ല. അങ്ങനെ വിവാദങ്ങളില്ലാത്ത ചില സത്യങ്ങളുണ്ട്. രണ്ടാമത്തെ സത്യം, പ്രത്യേകിച്ച് മാർത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് കൂടുതൽ അർത്ഥത്തിൽ പ്രസക്തമാകുന്നൊരു സത്യമുണ്ട്. എല്ലാ ക്രൈസ്തവരെ സംബന്ധിച്ചും സത്യമാണ്. എന്നാൽ മാർത്തോമാശ്ലീഹയുടെ പേരിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അവരുടെ വിശ്വാസത്തിൽ അവർ ജനിപ്പിച്ച പിതാവായ തോമാശ്ലീഹ ജീവിതത്തിൽ ആദ്യമായിട്ട് പരസ്യമായിട്ട് യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച ദിവസമാണെന്ന്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രഖ്യാപനം. ഇത്രയും ശക്തിയും ഗൗരവപൂർണവും ഇത്രയും ഈടുറ്റതുമായിട്ടുള്ളൊരു പ്രഖ്യാപനം സുവിശേഷത്തിൽ ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണില്ല. അതിൽ യേശുക്രിസ്തുവിലുള്ള സമർപ്പണമുണ്ട്, വിശ്വാസത്തിന്റെ തീവ്രതയുണ്ട്, അടിയറവിന്റെ പറച്ചിലുണ്ട്, അതില് എല്ലാം ഉണ്ട്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് തോമാശ്ലീഹായ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ദിവസം ഇന്നാണ്. അതിൽ പുതുമ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്ന് പുതുഞായർ തന്നെ. മറ്റൊരു സത്യവും നമ്മൾ ഗ്രഹിക്കുന്നത് നല്ലതാണ്. യേശുക്രിസ്തു തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം ആസ്വദിച്ചതിനു ശേഷം തോമായെ വിളിച്ചു പറയുകയാണ്, തോമാ, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. പക്ഷെ കാണാതെ വിശ്വസിക്കാൻ ഇടവരുന്നവര് കോടിക്കണക്കിന് ആളുകളുണ്ട്. പുരുഷാന്തരങ്ങളിലൂടെ എന്നെ കാണാതെ വിശ്വസിക്കാൻ ഇടവരുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് തോമാശ്ലീഹയോട് യേശുക്രിസ്തു പറഞ്ഞപ്പോ യേശുക്രിസ്തുവിന്റെ ഭാവനയിൽ സജീവമായിട്ട് 2000-ലേറെ വർഷം കഴിഞ്ഞ് ജനിക്കാനിടവരുന്ന നമ്മെ സംബന്ധിച്ചുള്ള ചിന്തകളും സജീവമായ രീതിയിൽ യേശുക്രിസ്തുവിന്റെ ഭാവനയിൽ അന്ന് കണ്ടു കാണുമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിപരമായ രീതിയിൽ തന്നെ യേശുക്രിസ്തു ഭാവനയിൽ ദർശിച്ച ദിവസം ഇന്നാണ്. അത് പരസ്യപ്പെടുത്തിയ ദിവസം ഇന്നാണ്. അവര് നിർഭാഗ്യവാന്മാരെ ആയിട്ടല്ല യേശുക്രിസ്തു കാണുന്നത്. നമ്മളെയൊക്കെ ഭാഗ്യവാന്മാരായിട്ടാണ് യേശുക്രിസ്തു അന്ന് ഭാവനയിൽ കണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ മനസ്സിലുള്ള സുഖകരമായിട്ടുള്ള ചിന്തകളുടെ ആവിഷ്കാരം ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിതമാക്കിയിട്ടുള്ള ദിവസം ഇന്നാണ്. ആ അർത്ഥത്തിലും ഇന്ന് പുതുഞായർ തന്നെ. ഏതായാലും പുതുഞായർ ആഘോഷിക്കാൻ വേണ്ടി അനേകായിരങ്ങള് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ മലയാറ്റൂരിലെ ക്ലേശത്തോടുകൂടെ, തപസ്സോടുകൂടെ, വ്രതത്തോടുകൂടെ തന്നെ കുരിശുമേന്തി മല കയറുന്ന ഒരു പതിവ് ഇന്ന് വളർന്നു വരുന്നുണ്ട്. നല്ലത് തന്നെ. പക്ഷെ ഇവിടെയൊക്കെ ഈ കുരിശുകൾ വേണ്ടി മലകയറ്റം നടത്തുന്ന വ്യക്തികള്
ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ അത് എല്ലാവരും നടത്തുന്നത് എന്ന ഒരു സംശയം ജനിക്കത്തക്ക വിധത്തിലായിത്തീർന്നു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു പ്രകടനപരതയിലേക്ക് നീങ്ങുന്നുണ്ടോ? അതൊരു പ്രഹസനമായിട്ട് നീങ്ങുന്നുണ്ടോ? അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ? അതോ വെറും ലാഘവബുദ്ധിയോട് കൂടിയുള്ളൊരു നീക്കമാണോ? അതിൽ പുതുമകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തെ ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണോ നടന്നുകൊണ്ടിരിക്കുന്നേ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു നീക്കവും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ചുരുക്കം പറഞ്ഞാൽ, ഗൗരവമായിട്ട് മനുഷ്യർ ജീവിതത്തിൽ കാണേണ്ട പലതും ലാഘവബുദ്ധിയോടുകൂടി കാണാൻ ഇടവരുന്ന ഒരു ജീവിത ശൈലി. ലാഘവബുദ്ധി എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ടും കാര്യക്ഷമതയോടും കൂടി നോക്കിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങള് വെറും പ്രകടനത്തിന്റെ രീതിയില്, പ്രഹസനത്തിന്റെ രീതിയില്, അനുഷ്ഠാനത്തിന്റെ രീതിയില് വളരെ വളരെ ലാഘവബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ ഇടവരുന്നില്ലേ ഇന്നത്തെ ക്രൈസ്തവ ജനത എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗൗരവമായിട്ട് കാണേണ്ട ചില സത്യങ്ങളെ നമ്മുടെ ഗൗരവബുദ്ധിയോടുകൂടെ തന്നെ കാണാൻ പഠിച്ചെടുക്കണം. അതിനെ ലാഘവബുദ്ധിയോടുകൂടി കണ്ടാൽ വലിയ വിപത്തിലേക്കാണ് നീങ്ങുന്നത്. ഞാൻ പണ്ട് കേട്ടിരുന്നത്, മക്കളെ, ഈ വിപത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ അത് അങ്ങനെയല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്ന ഈയിടയ്ക്ക്. നിങ്ങൾക്കറിയാമോ, കറുത്ത കുർബാനകൾ നടക്കുന്നു കേരളത്തിലെ നഗരങ്ങളിൽ. കറുത്ത കുർബാന, ബ്ലാക്ക് മാസ്. സത്യത്തിൽ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട യാഥാർത്ഥ്യങ്ങള് ലാഘവബുദ്ധിയോടുകൂടി മനുഷ്യൻ കണ്ട് അത് അപഹാസ്യപാത്രമാക്കിയിട്ട് ചാപല്യത്തിന് വിധേയമായിട്ട് എല്ലാ തരത്തിലും വികല്പങ്ങൾക്ക് അടിമപ്പെട്ട് പൈശാചികമായിട്ടുള്ള രീതിയിൽ പോലും അത് ഇന്ന് നിർവഹിക്കപ്പെടുന്നു കേരളത്തിലെ നഗരങ്ങളിൽ പലതിലും എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. ബ്ലാക്ക് മാസ്. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് വിദേശങ്ങളിലൊക്കെ നടക്കുന്ന ചില പോക്കറ്റുകളിൽ നടക്കുന്ന ദുർബലതയാണ്, ചില വികല്പങ്ങളാണ്, ചില വലിയ ചാബല്യങ്ങളാണ്, തിന്മകളാണ് എന്നായിരുന്നു എന്റെ ധാരണ. അങ്ങനെയല്ല. നമ്മുടെ എറണാകുളം, തൃശ്ശൂരിലൊക്കെ നടക്കുന്നുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊക്കെ ഓരോ പ്രൗഢിയും മോടിയും കൊടുത്തുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്നു. പൈശാചികമായിട്ടുള്ള രീതിയില് കുർബാനകൾ നടക്കുക. അതിനാണ് ബ്ലാക്ക് മാൻ. പിശാചിന്റേതായിട്ടുള്ള ആവിഷ്കാരത്തിന്റെ ആളുകളെ വിഭ്രമിപ്പിക്കത്തക്ക വിധത്തില് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയുള്ള വ്യവസായം എന്ന രീതിയില് ദിവ്യബലികൾ നടക്കുന്ന ഓരോ ഫ്ളാറ്റില് കേരളത്തിൽ ശതമാനപ്പെട്ട കത്തോലിക്കർ പലരും ആകർഷിക്കപ്പെടുന്നു. ബ്ലാക്ക് മാസ്. ദിവ്യകാരുണ്യം കുദാശ ചെയ്യപ്പെട്ട ഓസ്തി എങ്ങനെയോ സംഘടിപ്പിച്ചിട്ട് അത് ഒരു തരത്തിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അപഹാസ്യമായിട്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിൽ വളരെയേറെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. മക്കളെ, പലരും അതിന്റെ പിടിയിൽ പെടുന്നു. ഇത് ചാബല്യത്തിന്റെ ആഴങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിപത്തുകളാണ്. ആ വിപത്തുകളിൽ ഒട്ടും കുറവല്ലാത്ത വിധത്തിൽ പലതും ധ്യാന മന്ദിരങ്ങളും എന്നൊക്കെ പറഞ്ഞ്, പ്രാർത്ഥനാലയങ്ങളെന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ ആളുകൾ അങ്ങ് ഓടിക്കൂടുന്നു. സത്യത്തിൽ യേശുവിന്റെ വിശ്വാസോ സഭയുടെ പഠനങ്ങളോ ജീവിതത്തിൽ കാര്യമായി കാണേണ്ട വസ്തുതകളോ അല്ല അവിടെ മനുഷ്യർക്കായിട്ട് നൽകപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. അത് വെറും വ്യവസായം, കച്ചകെട്ടിയുള്ള കച്ചവടം. ഇത് കേരളത്തിൽ ഇന്ന് തഴച്ചു വളരുന്ന ഒരു വ്യവസായമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. മറക്കാതിരുന്നാ പോരാ. നമുക്ക് ചെയ്യാവുന്നത് ചെയ്യണം.
ഒരു വശത്ത് സഭ വളരുന്നു എന്നുള്ളത് നാം എങ്ങനെയോ ആ ഒരു ചിന്ത മനുഷ്യരിൽ ഉണ്ടാകുന്നു. വേറൊരു വശത്ത് തളർച്ചയുടെ ആഘാതങ്ങൾ കാണാൻ ഇടവരുന്നു. ശുദ്ധമാനപ്പെട്ട മക്കള്, നിർമ്മല ഹൃദയരായിട്ടുള്ള മക്കള് അന്താളിച്ച് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് കേരളത്തിലുണ്ട്. ഏതാ ശരി, എവിടേക്കാ പോകേണ്ടത്, എന്താണ് ഉൾക്കൊള്ളേണ്ടത് അറിഞ്ഞുകൂടാ, പകച്ചു നിൽക്കുന്നു. ഈ പകച്ചു നിൽക്കുന്നവരുടെ പകപ്പ് മാറ്റാൻ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നു ചെയ്യണം. നമ്മളിൽ പകപ്പുണ്ടെങ്കിൽ ആദ്യമായിട്ട് അത് മാറ്റണം. മക്കളെ, ഇവിടെ ഒന്നും പുണ്യമല്ല, ഇവിടെ ഒന്നും വിശ്വാസമല്ല, ഇവിടെയൊക്കെ വിശ്വാസത്തിന്റെ നിഷേധം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര കണ്ട് ചാബല്യങ്ങള് ഒരു തരത്തിലും മനുഷ്യനെ വളർത്താൻ ഉതകുന്ന സ്ഥിതിവിശേഷമല്ല അത് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. ആ ഉറപ്പിൽ നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പുതുമകൾ നമ്മൾ കാണും. പരിസരത്തിലുണ്ടാകും പുതുമകള്, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിലുണ്ടാകും, ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാകും, ജീവിക്കുന്ന ചുറ്റുപാടുകളിലും പുതുമകളുണ്ടാകും. ആ ചുറ്റുപാടുകളെ മാറ്റാൻ നമുക്ക് സാധിക്കും. ഞാൻ ഓർക്കുകയാണ് പണ്ട് കേട്ടിട്ടുള്ളൊരു കഥ. ആ കഥ എന്റെ മനസ്സിലേക്ക് ഓടിച്ചാടി വരുന്നത് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാം. ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു മൂലയിൽ വലിയൊരു മലയുണ്ട്. പണ്ട് ആ മലയിൽ മുഴുവനും വൻമരങ്ങളും വൃക്ഷലലാദികളും കൊണ്ട് കാട് പിടിച്ച് കിടന്നിരുന്നു. മലയാണ്. മനുഷ്യരുടെ ഇടപെടലും ഒരു കാട്ടുതീന്റെ പിടുത്തവും കൂടി ആയപ്പോ ആ മരങ്ങളൊക്കെ പലതും നശിച്ചു മൊട്ടക്കുന്നായി. പക്ഷെ സാമാന്യം നല്ല ഉയരമുള്ള ഒരു മലയാണ് ആ ഗ്രാമത്തിന്റെ ഒരു മൂലയില്. ഇന്ന് ആ മൊട്ടക്കുന്നിലെ സാഹസിക യാത്ര നടത്തുന്നതിന് വേണ്ടി ആ ഗ്രാമത്തിലെ സ്കൂളിലത്തെ കുട്ടികളും അയൽ ഗ്രാമങ്ങളിലെ സ്കൂളിലത്തെ കുട്ടികളിലും ഒക്കെ ചിലപ്പോഴൊക്കെ ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി ആ മലമുകളിലേക്ക് പോവുക പതിവാണ്. ഒരു ദിവസം ഒരു സ്കൂളിൽ നിന്ന് ഒരു ബാച്ച് കുട്ടികള് ഈ മലയുടെ മുകളിലേക്ക് കയറി. ഒരു സാഹസിക യാത്രയാ. ആ യാത്ര മലമുകളിൽ ചെന്നപ്പോ അവർ കണ്ടു സാമാന്യം വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ എന്തോ ആ മലയുടെ മുകളിൽ കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് കുട്ടികളല്ലേ, ഉടനെ തന്നെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്നു. അമ്മൂമ്മ എന്താ അമ്മൂമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മൂമ്മ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്, മക്കളെ ഞാൻ ഈ മലയുടെ മുഖച്ഛായ മാറ്റുക. ഉടനെ തന്നെ കുട്ടികള് അമ്മൂമ്മയ്ക്ക് വട്ട. ഉടനെ അവര് വിധി എഴുതിയിട്ട് ഒറ്റ കൂട്ട ചിരി പാസാക്കിയ കുട്ടികള്. അമ്മാമ്മ തനിച്ചിരുന്നിട്ട് മലയുടെ മുഖം മാറ്റുകയാണെന്നോ? അമ്മാമ്മയ്ക്ക് വട്ടാണടാ. അമ്മാമ്മയ്ക്ക് വട്ട. അമ്മാമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ അമ്മാമ്മ എന്തോ കയ്യിലൊരു ഇരുമ്പിന്റെ ഒരു വടിയുണ്ട്. ആ വടി എടുത്തിട്ട് കുത്തി ഒരു കായ അതിന്റെ ഉള്ളിൽ കുഴിച്ചിടുക. എന്നിട്ട് ആ മണ്ണിട്ട് മൂടും. ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം ക്രമമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മാമ്മ കുട്ടികളുടെ കളിയാക്കലും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ കുട്ടികൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അമ്മൂമ്മ ഈ മലയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മക്കളെ എന്ന് പറഞ്ഞതിന്റെ പൊരുളൊന്നും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കുട്ടികൾ കളിച്ചു ചിരിച്ചു, മല ഇറങ്ങി അവര് പോയി. അങ്ങനെ ഇടയ്ക്കൊക്കെ കുട്ടികൾ ആ മലയുടെ മുകളിൽ വരും. ഈ അമ്മൂമ്മയെ അവിടെ കാണുകയും ചെയ്യും. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇതിന് വട്ട. വർഷങ്ങൾ കഴിഞ്ഞു. കുട്ടികള് പഠനം ഒക്കെ സ്കൂൾ പഠനങ്ങൾ പൂർത്തിയാക്കി കോളേജ് പഠനങ്ങളും കഴിഞ്ഞ് അതിൽ ചിലരൊക്കെ വിദേശത്ത് പോലും ഉന്നത ജോലികളൊക്കെയായി വിവാഹം കഴിച്ചവരുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരാള് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാള് തന്റെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് പണ്ട് പഠിച്ചിരുമ്പോ പോയിരുന്ന ആ കുന്നിലേക്ക് ഒരു ഗ്രഹാതുരത്വത്തിന്റെ സ്മരണകള് പുതുക്കാൻ വേണ്ടി ഒരിക്കൽ ആ മലയുടെ മുകളിലേക്ക് കയറി.
ഒരു തരം സാഹസിക യാത്ര. കയറുമ്പോ അവൻ പറഞ്ഞു, ഞാൻ പണ്ട് ഈ സ്കൂളിലാണ് പഠിച്ചത്, അങ്ങനെ പഠിക്കുമ്പോ ഇതിന്റെ മുകളിൽ കയറാറുണ്ട്, അന്നൊരു അമ്മൂമ്മയെ കണ്ടിട്ടുണ്ട്, മൊട്ട കുന്നാണ്, നമുക്കൊന്ന് കയറാന്ന് പറഞ്ഞിട്ടാണ് കയറണത്. വളരെ ബുദ്ധിമുട്ടി അവിടെ കയറി ചെന്നപ്പോ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവർ പണ്ടേ കണ്ടിട്ടുള്ള മലയല്ല ഇത്. ഇന്ന് പല വൻമരങ്ങൾ തന്നെ വളർന്നിരിക്കുന്നു. ആകെ കാട് പിടിച്ച് മൂടിയിരിക്കുക മലയുടെ മുകളില്. അവര് മുട്ടക്കുന്നായി കണ്ടിരിക്കുന്ന മലയല്ല ഇത്. അപ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു, അന്ന് ആ അമ്മൂമ്മ പറഞ്ഞത് ഇതൊക്കെ ഉദ്ദേശിച്ചായിരിക്കുമോ? ആ അമ്മൂമ്മ എന്തോ വിത്ത് സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് ഓരോ വിത്തും കുഴിച്ചിടുകയാണ് ആ മലയുടെ മുകളില്. ആ വിത്ത് മുളച്ച് പൊങ്ങി മരങ്ങളായി. ഇന്ന് ആ മരങ്ങളാണ് ഇന്ന് ആ മലയെ മുഖച്ഛായ മാറ്റിയത്. മൊട്ടക്കുന്നല്ല ഇന്ന് ആ മല. അമ്മൂമ്മയ്ക്ക് അപ്പൊ ഭ്രാന്തല്ലായിരുന്നു അല്ലേ? കാര്യം സംഭവിച്ചതാണോ കഥയാണോ? അത് എന്റെ വിവാദത്തിലേക്കല്ല നമ്മൾ കടക്കണത്. ഒരു സത്യം, ഒരു വ്യക്തി വിചാരിച്ചിട്ട് ആ മലയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കഥ തരുന്ന സന്ദേശം. നമ്മൾ മലയുടെ മുഖച്ഛായ ഒന്നും മാറ്റാൻ പറ്റിയില്ലെങ്കിൽ തന്നെ, ലോകത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ, മുഖച്ഛായ മാറ്റിയിട്ടുള്ള ആളുകളും ചരിത്രത്തിലുണ്ട്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് സാധ്യമായില്ലെങ്കിൽ തന്നെ നമ്മുടെ മുഖച്ഛായെങ്കിലും ഒന്ന് മാറിക്കൂടെ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ മുഖച്ഛായെങ്കിലും മാറ്റം വരില്ലേ? എങ്ങനെയാണെങ്കിൽ നമുക്ക് ബോധ്യത്തിനനുസരിച്ചും ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ചും നിഷ്ഠയായും ചിട്ടയായിട്ടും നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ഇടവന്നാൽ അതിന്റെ ഫലമായിട്ട് എന്റെ ജീവിതത്തിന്റെ മുഖച്ഛായയിൽ മാറ്റം വരില്ലേ? ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ മുഖച്ഛായയ്ക്ക് മാറ്റം വരില്ലേ? തീർച്ചയായും മാറ്റം വരും. ഈ പകപ്പൊന്നും നമ്മളെ ഏശില്ല. ഞാൻ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നുള്ള ബോധ്യം, അത് ഉത്തമ ബോധ്യങ്ങളിൽ ഞാൻ വളരാൻ ഇടവരിക. ആ വളരാൻ ഇടവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പകപ്പിന്റേതായിട്ടുള്ള ഒരു ജീവിതശൈലി എന്നിൽ അന്വർത്ഥമാകുകയില്ല. ഞാൻ ചെയ്യുന്നത് ബോധ്യത്തിനനുസരിച്ചും ഉത്തമ ബോധ്യത്തിനനുസരിച്ചും ആണ് എന്നുള്ള ചിന്ത വരുമ്പോ എന്റെ ജീവിതത്തിലെ തന്നെ മാറ്റങ്ങളായി. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ചുറ്റുപാടുകളിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. സ്വാഭാവികമായിട്ട് ആ മാറ്റങ്ങള് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സത്യം. പുതുഞായർ ആചരിക്കുന്ന ഇന്നേ ദിവസം ഈ ഒരു തരം പുതുമയുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഇടവന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ധന്യമാക്കാൻ ശ്രമിക്കാം മക്കളെ.